ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് ആനന്ദ് സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. 20 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് വിട്ടയച്ചത്. വീണ്ടും വിളിപ്പിച്ചേക്കും. അതിനിടെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. വിഷയത്തിൽ ഇനി അടച്ചിട്ട മുറിയിലായിരിക്കും കോടതി നടപടികൾ. ഷഫീദ് റാവുത്തറും വിഷ്ണു സുരേഷും ആ വാർത്തയുടെ വിവരങ്ങളും വച്ചിരുന്നു. ആദ്യം ഷഫീദിലേക്ക് പോകുന്നു. ഷഫീദ്, 20 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് എന്ന് കരുതിയിരുന്നവരുണ്ട്. അങ്ങനെ നോട്ടീസ് നൽകി വിട്ടയക്കുന്ന പശ്ചാത്തലം എന്താണ്? പൂർണ്ണമായി അങ്ങനെ വിട്ടയച്ചു ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? കശ്മീർ, അതായത് നിലവിൽ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചെയ്യേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് പ്രിവിലേജ് കൊടുത്ത് അദ്ദേഹത്തെ വിട്ടയക്കുന്നതല്ല. പകരം ഈ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ വീണ്ടും അനന്ത സുബ്രഹ്മണ്യത്തെ വിളിച്ചു വരുത്താനുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പരമാവധി തെളിവ് ശേഖരണവും വിവരശേഖരണവും അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് അനന്ത സുബ്രഹ്മണ്യത്തെ ഇന്നലെ ചോദ്യം ചെയ്തത്. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ റിസീവ് ചെയ്ത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂരിലേക്കും പിന്നീട് ഹൈദരാബാദിലേക്കും എത്തിച്ചത് അനന്ത സുബ്രഹ്മണ്യമാണ് എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അത് രേഖകളടക്കമുള്ള കാര്യങ്ങളും അതേപോലെ ചില വീഡിയോ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ രണ്ടാം ഘട്ടം, അതായത് ഇതിന്റെ ക്രിമിനൽ കോൺസ്പിറസിയിൽ ഏതെങ്കിലും തരത്തിൽ അനന്ത സുബ്രഹ്മണ്യം ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് അദ്ദേഹത്തെ താൽക്കാലികമായി ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. മാത്രവുമല്ല, ഈ സ്വർണ്ണപ്പാളി പോയ വഴിയെ അന്വേഷണം തുടരുകയാണ്. അതിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ അനന്ത സുബ്രഹ്മണ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനും ഈ കോൺസ്പിറസിയിൽ പങ്കുണ്ട് എന്ന തീരുമാനത്തിലേക്ക്, എന്ന വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്യും. സ്വാഭാവികമായും ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നത്. പക്ഷേ തൊട്ടടുത്ത മണിക്കൂറുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളും പുറത്തു വന്നേക്കാം. അതായത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിരുന്ന പേരുകാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളെ തൊട്ടടുത്ത മണിക്കൂറിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്. ഹഷ്മി. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് SIT ചോദ്യം ചെയ്ത് 20 മണിക്കൂറിനൊടുവിൽ ഈ പറയുന്ന സുഹൃത്ത്, ഈ പോറ്റിയുടെ സുഹൃത്ത് വിട്ടയച്ച വാർത്ത പറഞ്ഞത്. അപ്പോൾ ഇനിയും വിളിച്ചേക്കാം എന്നാണ് ഷഫീദ് പറയുന്നത്. ഇനി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടിയുണ്ട്. വിഷ്ണു, ഇന്ന് ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൂടെ SIT കൈമാറുകയാണല്ലോ ഹൈക്കോടതിക്ക്. ഹൈക്കോടതിയുടെ ഒരു ഇനീഷ്യേറ്റീവിൽ മുന്നോട്ട് പോകുന്ന ഒരു കേസെന്ന നിലയിൽ ഈ ഒരു റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഉണ്ടാവുക? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ക്രിസ്റ്റീന, ഈ സ്വർണ്ണക്കൊള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതി അതീവ രഹസ്യ സ്വഭാവം സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടച്ചിട്ട മുറിയിലായിരിക്കും ഇനി ദേവസ്വം ബെഞ്ച് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വാദം കേൾക്കുക. കഴിഞ്ഞ തവണ പുറത്തിറക്കിയ ഉത്തരവിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു SIT 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ അറിയിക്കണമെന്ന്. അതിന്മേലാണ് SIT രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ച് ഏറ്റവും ആദ്യത്തെ സിറ്റിംഗ് ആണ് നടക്കുന്നത്. ഒരുപക്ഷേ S ശശിധരൻ തന്നെ നേരിട്ടെത്തി ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ ധരിപ്പിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ്, അതോടൊപ്പം തന്നെ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ഇതെല്ലാം ഹൈക്കോടതി അറിയിക്കും. പക്ഷേ മറ്റാർക്കും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഈ വാദം നടക്കുന്ന സമയം അവിടെ പ്രവേശനം ഉണ്ടാകുകയുള്ളൂ. ഒരു പക്ഷേ ഇതിന് കൂടുതൽ വിവരങ്ങൾ ഇന്നിപ്പോൾ പുറത്തിറങ്ങുന്ന ഇന്ററിം ഓർഡറിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹൈക്കോടതിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലാണ് ഈ കേസിന്റെ, അല്ലെങ്കിൽ ഇത്ര വലിയൊരു സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്ന ചുരുളഴിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. അത് പക്ഷേ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന നിർബന്ധം കോടതിക്കുണ്ട്. കഴിഞ്ഞ തവണ ഉത്തരവ് പുറത്തിറങ്ങിയ ഘട്ടത്തിൽ തന്നെ കോടതി മാധ്യമങ്ങളെ വിമർശനാത്മകമായി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകരുത്, ഇതിങ്ങനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, കോടതി അങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് പറയേണ്ട കാര്യങ്ങളില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. അതീവ രഹസ്യ സ്വഭാവത്തിൽ അത്രയേറെ കോൺഫിഡൻഷ്യലായി ഈ അന്വേഷണം മുന്നോട്ട് പോകണമെന്ന കോടതിക്ക് പൂർണ്ണ നിശ്ചയമുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ വിവരങ്ങൾ ഒരു തരത്തിലും തെറ്റായ ദിശയിൽ പ്രചരിക്കപ്പെടരുതെന്നും കോടതി നിർബന്ധ ബുദ്ധി വെക്കുന്നു. ആ ഇറങ്ങിയ ഉത്തരവുകൾ, ഇടക്കാല ഉത്തരവ് 1, 2, 3 ഇടക്കാല ഉത്തരവും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ, കഠിനമായ ഭാഷയിൽ വിമർശനങ്ങളായിരുന്നു ഓരോ ഇടക്കാല ഉത്തരവും. അപ്പോൾ മാധ്യമങ്ങൾ അങ്ങനെ ഏതാണ്ട് തെറ്റായ ദിശയിൽ ആ വാർത്ത കൊടുത്തിട്ട് ഉണ്ടോ എനിക്കറിയില്ല, ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ആ ദിവസങ്ങളിൽ വളരെ സജീവമായ വാർത്തയിൽ ഉണ്ടായിരുന്ന ആളുകളിലേക്ക് അങ്ങനെ എൻ്റെ അറിവ്. അപ്പോൾ അടച്ചിട്ട മുറിക്ക് ഈ വിഷയത്തിൻ്റെ ഒരു വലിയ ഗൗരവമുണ്ടല്ലോ, ഇനിയും പുറത്തു വരാത്ത കുറേയധികം കാര്യങ്ങളുണ്ടല്ലോ, അതുമായിട്ടൊക്കെ ബന്ധമുണ്ടാവുമോ അടച്ചിട്ട മുറി തീരുമാനം? വിഷ്ണു. ഹാഷ്മി, ഇത് പ്രധാനമായും ഒരുപക്ഷെ കഴിഞ്ഞ തവണകളിലൊക്കെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളടക്കം ഈ ജസ്റ്റിസുമാരുടെ ഇടപെടലിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഒപ്പം കോടതി തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ജോലിയാണ്, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല, ഇതിൽ ഒരു തെറ്റായ സന്ദേശം പരത്തേണ്ട സാഹചര്യം നിലവിലില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപാകെ ഒരു വിമർശന സ്വഭാവത്തിൽ കോടതി ഉയർത്തിയിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അടച്ചിട്ട മുറിയിലേക്ക് പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ കേസിന്റെ മെറിറ്റിലേക്ക് അല്ലെങ്കിൽ കേസിന്റെ
വിവരങ്ങൾ പുറത്തേക്ക് വരും എന്നൊരു അത് പിന്നീട് ബാധിക്കും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതങ്ങനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇത് കൃത്യമായ ദിശയിൽ അന്വേഷണം പോട്ടെ, ഏറ്റവും അവസാനം സത്യം പുറത്തു വരട്ടെ എന്നതാണ് കോടതിയുടെ നിലപാട്. ആ പശ്ചാത്തലത്തിലാണ് അടച്ചിട്ട മുറി എന്ന നിലപാട് കോടതി സ്വീകരിക്കുന്നത്. മുൻപും കുറേയേറെ കേസുകളിൽ ഇത്തരത്തിലുള്ള രഹസ്യാത്മക പുലർത്തേണ്ട കേസിൽ ഇത്തരത്തിലുള്ള നിലപാട് കോടതി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ വലിയ അത്ഭുതമോ അല്ലെങ്കിൽ ഒരു പുതുമയോ ഇല്ല. ഇതിൽ കോടതി പറയുന്നത് ഇതിൽ 6 ആഴ്ചത്തെ സമയം അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അന്വേഷണ സംഘം മാധ്യമങ്ങളോട് ബന്ധപ്പെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതി തന്നെ അത്തരം നിർദ്ദേശം വെച്ചിട്ട് പിന്നീട് കോടതി നടപടികൾ സ്വാഭാവികമായി പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിലൊരു വിരോധാഭാസമുണ്ട്. ആ പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ കോടതി അടച്ചിട്ട മുറി എന്നൊരു തീരുമാനത്തിലേക്ക് പോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.